അത് അവിഹിതങ്ങളല്ല മിസ്റ്റർ കുറുപ്പ്, എന്റെ പ്രണയങ്ങളാണ്. വിവാഹം കഴിച്ച് ഒരു ഭർത്താവുള്ളപ്പോ മറ്റൊരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിലെ ചെറ്റപ്പൊക്കൽ, അവിഹിതം, നാടപറി. ഈ സൊസൈറ്റി ശരിയല്ല. നീ ശരിയല്ല. ഞാൻ എന്ത് മര്യാദകേടാണ് നിങ്ങളോട് കാണിച്ചത്? എടി, ഞാനിങ്ങനെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കൊടിമരം പുറം നിൽക്കുമ്പോ നിനക്ക് എങ്ങനെ തോന്നി വേറൊരു വള്ളി പിടിക്കും? എല്ലാ ദിവസവും ഒരേ ഷർട്ട് തന്നെയാണോ മിസ്റ്റർ കുറുപ്പ് ധരിക്കാറ്? എല്ലാ ദിവസവും ഉണക്കച്ചെമ്മീൻ തന്നെ കൂട്ടി കഞ്ഞി കുടിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇത്. എനിക്ക് പ്രണയം വേണം, അത് പൂർണ്ണവും തീവ്രവുമായി തന്നെ വേണം. അതിനു മുമ്പ് നീ എന്റെ കൂടെ അടുക്കള വരുന്ന വരാം. അതിനെന്താ വരാലോ? വിവാഹത്തിന് ശേഷമുള്ള പ്രണയങ്ങളെ ഇത്ര മനോഹരമായി പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു റീല് അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചില ആളുകൾ ഈ വിവാഹത്തിന് ശേഷമുള്ള മറ്റൊരു ബന്ധത്തെ, സ്ത്രീകളുടെ മറ്റൊരു ബന്ധത്തെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിട്ടൊക്കെ കരുതുന്നുണ്ടാവും. ഫെമിനിസത്തിനകത്ത് അങ്ങനെ കരുതുന്നതായിട്ട് എനിക്കറിയില്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ മൊണോഗമസ് റിലേഷൻഷിപ്പുകൾ വളരെ ഭംഗിയായിട്ട് നടത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒരു വലിയ ഭൂരിപക്ഷം കേസുകളിലും ആളുകൾ അവരുടെ ആ ഒരു പങ്കാളിയുടെ കൂടെ ജീവിത അവസാനം വരെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒരു ഭാര്യയും ഭർത്താവും മൊണോഗമസ് റിലേഷൻഷിപ്പ് ആഗ്രഹിച്ച് വിവാഹം കഴിച്ച ആളുകളാണ്. ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധം പിന്നീട് തുടങ്ങുന്നു. ഭാര്യയ്ക്ക് അവിടേക്ക് കൂറ് വരുന്നതിനോട് ഒപ്പം തന്നെ ഇവിടെ ഇദ്ദേഹത്തിന്റെ നില പരിങ്ങലിലേക്ക് ആവാൻ സാധ്യതയുണ്ട്. ഒരു ലീഗൽ ഇഷ്യൂലേക്ക് പോയാലും കൂറ് അവിടെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ലോസ് വരുന്ന ഇവിടെയുള്ള ഒരു പാർട്ണർക്കായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു സാഹചര്യങ്ങളിൽ ചില വൃത്തികെട്ട ടീമുകൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഇവർ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം അംഗീകരിക്കില്ല. ഇവർ സൊസൈറ്റിയുടെ മുൻപിൽ മിടുക്കന്മാരായിട്ട് നടക്കും. ഇവർ മറ്റേ ഒരു റിലേഷൻഷിപ്പിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും ഉപയോഗിക്കും. ഇവിടെ ഒരാൾ ഭയങ്കര കഷ്ടപ്പെട്ട് അതിൽ നിന്ന് പുറത്തു പോലും വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മുന്നോട്ടേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും.